முத்துப்பாண்டி என்னால தாங்க முடியலடா. மனசுக்குள்ள எவ்வளவு வேதனை இருக்குன்னு தெரியுமா? என்னன்னு இந்த மாதிரி எங்களுக்கு ஐடியா சொல்லி கொடுக்குற நீங்களே இப்படி மனசு உடைஞ்சு போடலாமா? ஆமா அண்ணே. மீனாட்சி எனக்கு பொண்டாட்டியாக வர்றது எவ்வளவு நாளா கனவு கண்டுட்டு இருக்குன்னு தெரியுமா? அவளை தூக்கிட்டு வாங்கண்ணே. யாருக்கும் தெரியாம அந்த ஏகாம்பரநாதர் கோவிலுக்கு கொண்டு தாலி கட்டிடலாம். கெட்ட வேண்டாம், நேரம் வரட்டும். முதல்ல மீனாட்சி கல்யாணத்துக்கு அலங்காரம் செய்ய இங்க எவனும் வரக்கூடாது. நீங்க தைரியமா இருங்கண்ண. எந்த மலையாளத்தானும் இந்த காஞ்சிபுரம் பார்டர்ல கால் எடுத்து வைக்க மாட்டான். ஆமா, நம்ம கிட்ட ஆள் இருக்கண்ணே. வெட்டி புதைக்க சொன்னா போதும், புதைச்சிடுவேன். முதல்ல அதை செய், பாக்கி அப்புறம் பாத்துக்கலாம். വേഗം ആവട്ടെ, ഇവിടം തൊട്ടേ നമ്മൾ ഓവർടേക്ക് ചെയ്ത് തുടങ്ങണം. നീ പറയുന്ന പോലെ വണ്ടിക്ക് പിക്കപ്പ് ഇല്ലടേ. ഇതൊരു തുടക്കം മാത്രം. രണ്ട് ചമ്മി കുറുക്ക ഏതോ ആക്രി കിടന്ന് സെക്കൻഡ് ഹാൻഡ് പാട്ടവണ്ടി മേടിച്ച് ഇറങ്ങിയിരിക്കുക. വെച്ച് കയറ്റിപ്പിടിയണ്ണ. അമ്മമാരെ പൊടി പോലും കാണരുത് നമ്മുടെ പുറകില്. അവന്മാര് പോട്ടടാ, പോയാലും എവിടം വരെ പോവാനാ? നീ ആ കാഞ്ചിയെ വിളിച്ച് കൃത്യമായിട്ട് എവിടെ വരണ്ടെന്ന് ചോദിക്കും. ഹലോ, ഇത് CM അമൃതവല്ലീശ്വരൻ കോവില്. എത്ര കിലോമീറ്റർ? 10. ഓക്കെ. അമൃതവല്ലീശ്വരൻ ക്ഷേത്രം ബോർഡറിൽ ചെന്നിട്ട് 10 കിലോമീറ്റർ റൈറ്റിലോട്ട് പോണം. വേഗം ചവിട്ടി വിട്. അവന്മാരെത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. ഞാനൊന്ന് തൊഴുതിട്ട് വരാം. വരുന്നോ? ഇല്ല, എന്റെ കാര്യം കൂടെ നീ അങ്ങ് പറഞ്ഞാ മതി. അങ്ങനെ നിന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും. ഈ നാട്ടിൽ എവിടെ നോക്കിയാലും അമ്പലങ്ങളാ. ആ കാഞ്ചി പറഞ്ഞ സ്ഥലം ഇത് തന്നെ ആണോടെ? ഉറപ്പാ. നല്ല മഴക്കോളുണ്ട് അല്ലേ? നീ ആ കണ്ണാടി ഒന്നും ഊരിയേ. സോറി, ഒരു കോള്. അയ്യടാ, എന്തൊരു പ്രകൃതി രമണീയമായ സ്ഥലം, എത്ര ശാന്തസുന്ദരമായ അന്തരീക്ഷം. കുറച്ച് സ്വാമിമാരെ സംഘടിപ്പിച്ച് ഇവിടെ ഒരു ആശ്രമം തുടങ്ങിയ ഓടോടെ വേണ്ട അല്ലേ? ഇനി ഇവിടെ മുതൽ വച്ചടി കയറ്റമായിരിക്കുന്ന എന്റെ മനസ്സ് പറയുന്നു. வணக்கம். மீனாட்சி கல்யாணத்துக்கு அலங்காரம் செய்ய கேரளாவிலிருந்து வந்தவங்க நீங்க தானே? ഞങ്ങൾ തന്നെ. ന്യൂ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. ഞാൻ മാനേജർ CM പ്രേമചന്ദ്രൻ. ഇത് ഞാൻ അതിന്റെ MD നജീബ്. നജീബ് അയ്യങ്കാർ. ஐயங்காரையா அந்த தலை கொஞ்சம் എന്തോ അയ്യങ്കാർ? ക്ഷേത്ര പരിസരമായതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞതാ. തമിഴരുടെ ആദിത്യ മര്യാദ കണ്ടില്ലേ? കുറച്ചുകൂടെ വലിയ ഹാരം ഇടാമായിരുന്നു കേട്ടോ. വേറെ എന്തെങ്കിലും ചടങ്ങ്. ഇതെന്താ ഒരു കാര്യമില്ലാതെ അടിക്കുന്നോ? എന്താ കാര്യം? തല്ലുന്നത് ചൊല്ലിക്കൊടുക്കണ്ട. എന്നെ അടിക്കരുത്. ഞാൻ കേരളത്തിലെ വലിയ റൗഡി. അയ്യോ പാവം, யாராவது காப்பாத்துங்க. ഞാൻ ചുമ്മാ പറഞ്ഞ. ഞാൻ റൗഡിയല്ല, ആരുമല്ലോ. എനിക്കല്ലേ. ഞാനൊരു പാവാണ്. എനിക്കല്ലേ. എനിക്ക് വയ്യ. അയ്യോ ഒന്നും ചെയ്യല്ലേ. അയ്യോ നജിക്കാരെ അടിക്കല്ലേ. ഞാനിപ്പോ ചാവ്. നമുക്ക് പോവാം നജിക്ക, പോവാം. ഞങ്ങളെ തൂക്കിട്ട് വാങ്ങടാ. അയ്യോ അവരെ ഒന്നും ചെയ്യല്ലേ. ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കുക. വേണ്ട ഞാൻ ലേറ്റ് ആയ? ലേറ്റ് ആയിട്ടില്ല. കവന്നിരുന്നേ, നല്ല വീതിയുള്ള പുറം. പൊന്നതിന്റെ അകത്തേക്കൊന്ന് കയറി കാറ് നോക്കിക്കോ.
എന്റെ കളിക്കാൻ പോടാ അടിച്ച് റൗഡിയനോടാ നിന്നെ കൊല്ലൂടാ തിരിഞ്ഞ് ജയിലിൽ പോടാ പൊലി വേസ്റ്റാക്കല്ലോ அப்படி படு அப்படி அக்கா அக்கா அவரு சரத்குமார் மாதிரி இல்லையா ஒன்னு சும்மா ரெடி யாருன்னு தெரியாம കളരി നിന്റെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒടിച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കറക്കിയിട്ട് ഒറ്റയിടിയടാ പട്ടി വാ நான் அவருக்கு கங்க்ராச்சுலேட் சொல்லிட்டு வரட்டுமா? ஐயோ யார் என்னன்னு தெரியாம பாடிங்க. ഒന്നും പറ്റില്ല. ഞാനിത് എവിടം വരെ പോകുന്നു നോക്കുവായിരുന്നു. അച്ചുവേട്ടനില്ലെങ്കിൽ കാണാമായിരുന്നു. ഈ മാലക്ക് വരെ റീത്ത് വെക്കേണ്ടി വന്നേനെ. ഒന്നും കാണാനില്ല. ഞങ്ങൾ രണ്ടും കൂടി എല്ലാത്തിനും ഇടിച്ച് നേരത്തെ ആ തടിയന് ഞാൻ ചവിട്ട് കൊടുക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നു. ഇപ്പൊ അറിയില്ല. മൂന്നിന്റെ അന്ന് ചുമക്കും. എന്തായാലും ഇതുപോലെ ഒരു അടി കണ്ടിട്ട് കുറെ നാളായി. അത് ശരി. അടി കാണാനാണോ ഞങ്ങളെ കാഞ്ചീപുരത്തേക്ക്? കാഞ്ചീപുരമല്ല, സുബ്രഹ്മണ്യപുരം സിനിമയിലെ സുബ്രഹ്മണ്യപുരമാ. തല എപ്പോഴാ പോണെന്ന് അറിയാൻ. ക്ഷമിക്കണം, നിങ്ങളെ ഇങ്ങോട്ട് വരാൻ എന്നെ കൊണ്ട് പറയിച്ചതാ. ഇല്ലെങ്കിൽ എന്റെ തലയാവന്മാരെടുക്കും. ആരാടോ അവന്മാര്? മുത്തുപ്പാണ്ടി അവന്റെ ആൾക്കാരുമാ. ഏതാ ഈ മുത്തുപ്പാണ്ടി? മീനാക്ഷി സിൽസിന്റെ പരസ്യങ്ങൾ മുഴുവൻ ചെയ്യുന്ന ഇവിടുത്തെ ഈവന്റ് ഗ്രൂപ്പിന്റെ മുതലാളി. മീനാക്ഷിയുടെ കല്യാണത്തിന്റെ അലങ്കാരങ്ങൾ അവന്മാരെ ഏൽപ്പിക്കാത്തന്റെ വൈരാഗ്യം തീർത്തതാ. അതിന് വൈരാഗ്യം തീർക്കുന്നത് മുതലാളിയോടല്ലേ, ഞങ്ങളോടാണ്. അതെ, പല ടൈപ്പ് തല്ലു കൊണ്ടിട്ടുണ്ട്. മാലയിട്ട് സ്വീകരിച്ച് തല്ലു കൊള്ളുന്നത് ഇത് ആദ്യമായിട്ടാ. അവന്റെ അമ്മൂമ്മയുടെ ഒരു മാല, അവന്റെ അമ്മായിയമ്മയുടെ മാല. എന്തായാലും കാര്യമായിട്ടൊന്നും പറ്റില്ലല്ലോ. വരൂ, നമുക്ക് മീനാക്ഷി ബംഗ്ലാവിലോട്ട് പോവാം. വേണ്ട വേണ്ട വേണ്ട. തല്ല് വാങ്ങിയിട്ടുള്ള പണി ഞങ്ങൾക്ക് വേണ്ട. അതെ, വന്നിറങ്ങിയപ്പോഴേ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇവന്റ് കഴിയുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഈ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പേടിത്തൊണ്ടന്മാർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. പിന്നെ കളറിപ്പയറ്റ് നടത്തി കൈയും കാലും ഓടിക്കുന്നതല്ലേ ഇവന്റ് മാനേജ്മെന്റ്. എന്തായാലും ന്യൂ ഫ്രണ്ട്സിന് അതിന്റെ ആവശ്യമില്ല. അതിനെന്തി വണ്ടി കയറി. എന്തെങ്കിലും പറ്റിയോ നജിക്ക? ഒന്നും പറ്റിയില്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, അങ്ങനെ അങ്ങ് പോയാലോ? ആണത്തോ ഇല്ലാത്തവന്മാര് പോട്ടെന്ന്. അച്ചൂട്ടി മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെച്ച ചരിത്രമില്ല. ഈ ഇവന്റ് മുഴുവൻ ഒറ്റയ്ക്ക് നിന്ന് നടത്താൻ ഫ്രണ്ട്സ് ഗ്രൂപ്പ് തയ്യാറാ. അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഇതൊന്നും അറിയാൻ വേണ്ടി ആ നജീബ് കാലൊന്ന് പിന്നോട്ട് ചവിട്ടിയത്. അതെ, പിന്നോട്ട് അല്പം ചവിട്ടിയതേ മുന്നോട്ട് ആഞ്ഞു ചാടാനാ. എന്നാ 4 കാലും പൊക്കൊന്ന് കുതിച്ചു ചാട്, കാണട്ടെ. എവിടെയാണോ മീനാക്ഷി ബംഗ്ലാവ്? അവിടെ ഇവിടെ നീരുണ്ട്, കുഴമ്പ് തേച്ചൊന്ന് കുളിക്കണം. ശരത്കുമാർ அக்கா வந்து பாரு யாரு வந்திருக்காங்கன்னு. யாரு? நம்ம சரத்குமார் இல்லையா? சரத்குமார்? அங்க நம்ம கோவில்ல பார்க்கலையா? நல்ல டிஷும் அவர்தான். ஆமா, அவரா? അവരതൊക്കെ നമ്മ വീട്ടിക്ക് വരണോ? ഇവര് അളിയന്മാരാ, ബെസ്റ്റ് അളിയന്മാരാ. ഇനിയിപ്പോ കല്യാണം കഴിയുന്നവരെല്ലാരും ഇവിടെ ഉണ്ടാവുമല്ലോ. വിശദമായിട്ട് പരിചയപ്പെടാം. കാഞ്ചി, അമ്മ, നമ്മുടെ ഔട്ട് ഹൗസ് കാണിച്ചു കൊടുക്ക്. ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, വിശ്രമിക്കട്ടെ. ശരി, വന്നാട്ടെ. അല്ല, എല്ലാരും കൂടി ഒരു ഔട്ട് ഹൗസിലാണോ താമസിക്കുന്നത്? പിന്നെ അല്ലാതെ. അത് പറ്റത്തില്ല. കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്തവരുടെ കൂടെ താമസിക്കാൻ എന്നെ കിട്ടില്ല. അയ്യോ, എന്ത് അത്ഭുതം! ഞാൻ അങ്ങോട്ട് പറയാൻ ഉദ്ദേശിച്ചത് അളിയൻ ഇങ്ങോട്ട് പറഞ്ഞു. ഇതുകൊണ്ട് തന്നെയാ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇവിടെ അടുത്ത് ലോഡ്ജ് വല്ലതും ഉണ്ടോ? അയ്യോ, അതങ്ങ് ദൂരെ സിറ്റി പോണം. സിറ്റിയിലേക്ക് എന്ത് ദൂരമുണ്ട്? 10-35 കിലോമീറ്റർ ഉണ്ട്. അയ്യോ, അത്ര ഉള്ള. എന്താ ഇവിടെ?
ആരാ ഇവരൊക്കെ? ഇവര് കല്യാണ ഡെക്കറേഷൻ കേരളത്തിൽ നിന്ന് വന്നവരാ. ഓ അപ്പടിയാ. കേരളാവിൽ എപ്പടി മഴ ഇരിക്കാ? മഴയേ ഉള്ളു, നല്ല ചൂടാ. ഇത് മുതലിയാരയ്യ കാലത്തൊട്ട് അനുഗ്രഹമാണ്. നജീബയ്യ കഴിഞ്ഞ പുലികളെ കൊണ്ടുവന്നിരിക്കാ? പുലിയാ? പുലിക്കളിയാണ് ഉദ്ദേശിച്ചത്. അയ്യാവക്ക് പുലിക്കളി എന്ന് വെച്ചാൽ ജീവനാ. അതിനുവേണ്ടി ലക്ഷങ്ങൾ തൊലയ്ക്കും. പുലികളൊക്കെ പുറകെ വരും. ഇപ്പൊ ഒരു ആനയുണ്ട് കൂടെ. ആനയാ? എവിടെ? ആന ഇടഞ്ഞു നിക്ക. ഏത് നിമിഷവും ചിഹ്നം വിളിച്ചിങ്ങി വരാം. ഞാൻ എപ്പോ വന്നാലും എപ്പടി വന്നാലും എന്റെ ബംഗ്ലാവിന്റെ മുറ്റത്ത് തന്നെ തളയ്ക്കണം. അത് ഇവരെ രണ്ടാളെയും തളയ്ക്കാൻ ഒരു സ്ഥലം വേണം. തളയ്ക്കാനോ? അല്ല, താമസിപ്പിക്കാൻ. അതിന് എന്റെ ബംഗ്ലാവ് ഉണ്ടല്ലോ. അതെവിടെയാ? ദോ ആ കാണുന്നു. അവിടെ പെണ്ണുങ്ങളുണ്ടോ? ഉണ്ടല്ലോ, എന്റെ 2 ഭാര്യമാർ. ഓ, ആശ്വാസമായി. സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാലോ. ஐயா இவங்க வந்து நித்திய பிரம்மச்சாரி. நாம எல்லாம் டீசன்ட் பார்ட்டிஸ் ஐயா. செப்பரேட் அகாமடேஷன் கிடைச்சா ரொம்ப நல்லா இருக்கும். அப்படியா? ஆமா. காஞ்சிநாதா, ஐயா. நீ இவங்களை எல்லாம் கூட்டிட்டு போங்க. நீங்க 2 பேரும் என் கூட வாங்க. ஓகே அண்ணாச்சி. ചെല്ലിങ് വാങ്ങ. ഇങ്ങ നല്ല മൊയിലിയാര്. ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് കയറി വാ. വലുത് വെച്ച് എന്തോന്ന് ഗൃഹപ്രവേശം? തിരിച്ചു പോകാൻ നേരത്തെ പുറത്തെടുത്ത് വെക്കാൻ കാലുണ്ടായാ മതിയായിരുന്നു. അതൊന്നും ഉണ്ടാവൂല. കാലുണ്ടാവില്ലേ? അതല്ല, ഒരാപത്തും ഉണ്ടാവൂല. ഒക്കെ കാമാക്ഷിയമ്മ നോക്കിക്കോളും. കാമാക്ഷിയമ്മയോ? അതാര്? കണ്ടില്ലല്ലോ. കാഞ്ചി കാമാക്ഷി, സാക്ഷാൽ പാർവതി ദേവി. ഓ, കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവും? ഇവിടുന്ന് 10-35 കിലോമീറ്ററോളം വരും. അതിനടുത്ത് തന്നെയാണ് ഏകാംബരനാഥ ക്ഷേത്രം. ഇതാണ് ബെഡ്റൂം. എന്നാ ക്ഷേത്രത്തിലെ ഉത്സവം? പങ്കുനി ഉത്തര ഉത്സവത്തിന് കൊടിയേറാൻ ഇനി 2-3 ദിവസമേ ഉള്ളൂ. കൊടിയേറി 10ാം നാളാണ് ഏകാംബരനാഥരുടെയും കാഞ്ചി കാമാക്ഷിയുടെയും കല്യാണം നടന്ന തിരുക്കല്യാണ നാൾ. അന്ന് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട 100 കണക്കിന് പെൺപിള്ളേരുടെ കഴുത്തിൽ ഒരേ മുഹൂർത്തത്തിൽ ഒരുമിച്ച് താലികെട്ട് നടക്കും. അതാണ് കാഞ്ചീപുരത്തെ പ്രധാന വിശേഷം. എന്തൊരു കാഴ്ചയായിരിക്കും അല്ലേ നജിക? എന്താ നിനക്കൊന്നുകൂടെ കെട്ടണമെന്നുണ്ടോ? ഇതൊക്കെ കേൾക്കുമ്പോ എനിക്കൊന്ന് കെട്ടിയാ കൊള്ളാവുന്നുണ്ട്. ഇവിടെ നല്ല കുട്ടികളെ കിട്ടും. വന്ന് ഇറങ്ങിയപ്പോ തന്നെ കിട്ടിയതൊന്നും പോരെ. അയ്യോ, ഈ കുട്ടിയെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതാണല്ലോ. ആ, അതല്ലേ കല്യാണ പെണ്ണ് മീനാക്ഷി. അതെയോ?